ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്ന ഗെയിമാണ് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോൻ്റെ ഒരു കണ്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് ഗായ്സ് വന്നേക്കുന്നത്. ഞാനൊരു പുതിയ കാർ എടുത്താലാന്ന് ആലോചിക്കുന്നത് ഗായ്സ്. നമുക്ക് രാവിലെ തന്നെ ഒന്ന് കുളിക്കാം. സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് മാറ്റണം ഗൈസ്. നമുക്ക് താറും പോർഷയൊക്കെ ഉള്ളൂ. ഞാനൊരു GTR, ലംബോർഗിനി അങ്ങനെയുള്ളൊരു കാറൊക്കെ എടുക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ ഗൈസ്. നമുക്ക് വണ്ടി നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 100 ഇതിൽ നമുക്ക് പറപ്പിക്കാം. നമുക്ക് 2 100 ബൈക്ക് ഉണ്ട് ഗൈസ്. അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. ബൈക്കിൻ്റെ അലോയ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ബ്ലൂ സ്മോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോയി നോക്കാം. ഷോറൂമിലോട്ടിന് കുറേ ദൂരമുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ ഷോറൂമിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഷോറൂമിൻ്റെ മുമ്പിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് നമുക്ക് വണ്ടി നേരെ മേടിക്കാൻ ചെല്ലാം. ഗൈസ്, നമുക്ക് നിഞ്ച H2R നമുക്ക് വേണ്ട വണ്ടി നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ GTR എടുക്കണം, ഫെറാറി എടുക്കണം, നമുക്ക് ആലോചിക്കട്ടെ ഗൈസ്. ഞാനൊരു ഫെറാറി എടുത്താലാണ് ആലോചിക്കാം ഗൈസ്. ഞാൻ ഫെറാറി എടുക്കാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു GTR കൂടി എടുത്തിട്ട് അങ്ങോട്ട് പോരാം. ഗൈസ്, അപ്പോൾ അതേ നമ്മുടെ മച്ചു ആണെങ്കിൽ ഇത് നമുക്ക് വണ്ടി ഇട്ടിട്ടുണ്ട്. വണ്ടി ചെയ്യാൻ ഇത്തിരി മോഡിഫൈ ഒക്കെ ഗായ്സ്. ഫെറാറി F1 ആണ് ഗൈസ് ഇത്. ഗൈസ്, നിങ്ങൾ ഒച്ച ഉണ്ടോ ഗൈസ്? നമ്മൾ ഈ ഇടവഴി ഒന്ന് പുറത്തിറങ്ങട്ടെ ഗൈസ്. അപ്പം ഞാൻ നമുക്കൊന്ന് പൊട്ടിച്ചൊക്കെ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ വണ്ടി കിട്ടില്ല. വണ്ടി കിള്ളൻ സാധനമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ബ്രേക്ക് കിട്ടുന്നില്ല ഗൈസ്. വണ്ടിയാണ് പുതിയ വണ്ടിയാണ്. വണ്ടീൻ്റെ പാർട്സിനൊക്കെ വെരി കോസ്റ്റ്ലിയാണ് ഗൈസ്. വണ്ടി ഇടിക്കാണ്ട് നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ ബെന്നീൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നാണ് ഗൈസ് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, എൻ്റെ അടുത്ത് പോർഷ ഉണ്ട് ഗൈസ്. പോർഷ ഫെറാറി മാച്ചാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യണുണ്ട് ഗൈസ്. വണ്ടി എടുത്ത് നേരെ പറപ്പിക്കാം. ഇത് നമ്മുടെ ഫെറാറിൻ്റെ വിൽക്കുന്ന മോഡൽ വണ്ടിയാണ്. അലോയ്സ് നമുക്ക് ഏതെണ്ണമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ അലോയിൻ്റെ കളറാണ് മാറ്റാൻ പോണത്. അലോയ് ഇവിയിൽ നല്ല അലോയ് ഇതേപോലത്തെ ഈ അലോയ് തന്നെയാണല്ലോ ഇത് കണ്ടോ ഗൈസ്. ഈ അലോയ് തന്നെയാണ് ഗൈസ് ഈ അലോയ്. നമുക്ക് ഈ അലോയ് എന്തായാലും ചേഞ്ച് ചെയ്തേക്കാം.
സസ്പെൻഷൻ ഇത്രയും പോലും വേണ്ട, അല്ലെങ്കിൽ നോർമൽ തന്നെ ഇട്ടേക്കാം. വീലിൻ്റെ സൈസ് അത് ഇത്തിരി ഞങ്ങൾ കൂട്ടാം ഗൈസ്, അല്ലെങ്കിൽ വേണ്ട. എനിക്ക് വീൽ സൈസ് കൂട്ടാൻ ഇഷ്ടമല്ല ഗൈസ്, എന്താണെന്നറിയില്ല. വീലിൻ്റെ കാര്യത്തിൽ എനിക്ക് സ്റ്റോക്കാണ് ഗൈസ് ഇഷ്ടം കൂടുതലും. എന്ന് വെച്ചാൽ നമുക്ക് ഡ്രം ടയർസിനൊക്കെ ആണെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. റെഡ് ഇരിക്കട്ടെ ഗൈസ്, വണ്ടി ഫുള്ളി റെഡ് അടിക്കാം. നൈട്രോ ബ്രേക്സ് റേസിങ് ചെയ്യാം, റേസിങ് ഫോണ്. ഫോണൊന്നും വേണ്ട ഗൈസ്. നമ്മൾ ഗ്ലാസ് ടിൻ്റ് അടിച്ചിട്ടുണ്ട്, വൈറ്റ് ടിൻ്റ്, ബാക്ക് ടിൻ്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഓടിക്കാം. ഗൈസ് വണ്ടി പവറാണ്. ഇന്റീരിയർ ഇല്ല, കാർബൺ ഫൈബറൊക്കെയാണ് ഗൈസ് വണ്ടിയിലുണ്ട്. ഗൈസ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ എനിക്ക് നല്ല രസമുണ്ട് ഗൈസ് കളിക്കാൻ. എന്നുവെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂവിൽ നമ്മൾ സ്റ്റിയറിങ് വളക്കണനുസരിച്ച് വേണമല്ലോ കീഴിലായിട്ട് കണ്ട ഗൈസ്. ഉമ്മാരെ ഭയങ്കര തുഴയാണ് ഗൈസ്, തുഴയെന്ന് പറഞ്ഞിട്ടും ഗൈസ് കാര്യമില്ല ഗൈസ്. നമുക്ക് ഈ ഹോണാണ് ഗൈസ്, ഞാൻ ഹോൺ നോക്കിയില്ല ഗൈസ്. നമ്മുടെ ഫെറാറിലുള്ള ഹോൺ നിങ്ങൾ കണ്ട, ഹോൺ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇത് മിക്കവാറും ട്രിപ്പാവുമെന്ന് എനിക്കൊരു സംശയമില്ല. അതില്ല ഗൈസ്. ഞാൻ വീടിന് അങ്ങോട്ടാണ് പോകണം, പക്ഷെ വഴി തെറ്റി. ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വീട്ടിലോട്ട് വന്ന വഴി കറക്റ്റാണ് കേട്ടോ ഗൈസ്. ബൈക്കായും പോട്ടെ ഗൈസ്. പുതിയ ഓട്ടോറിക്ഷക്കാരനൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടീനെ നേരെയാണ് ഗൈസ് പോകണം. പുതിയ വണ്ടി ആയതുകൊണ്ട് ഗൈസ് ഞാൻ നല്ല സൂക്ഷിച്ചൊക്കെയാണ് ഓടിക്കണത്. ഞാൻ ചില സമയത്ത് ആക്സിലേറ്റർ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ചോടിച്ച് ദിവസം നമുക്ക് വണ്ടി സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി വെക്കാം. ഗ്രൗണ്ട് ക്ലിയറൻസ് തീരെ കുറച്ചിട്ട് ഇതിൽ കയറില്ല ഗൈസ്, അതാണ് പ്രശ്നം. ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രം വണ്ടിയിൽ അങ്ങനെ തന്നെ നിൽക്കും, കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് കുറച്ചിട്ട് എന്തോ പോലെ ഉണ്ട്. മിററൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമാണ് ഗൈസ്. ടി വി വിട്ട് വണ്ടി വളച്ചെടുക്കാം. ഗൈസ് വണ്ടി കിട്ടണം. ഗൈസ് നമ്മുടെ റോണാണെങ്കിൽ അവിടെ നിൽപ്പുണ്ട് ഗൈസ്. ആ റോൺ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട്. ഗൈസ് ഫെറാറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്നുവെച്ചാൽ നമ്മുടെ പോർഷെ കഴിഞ്ഞിട്ട് കിള്ളാൻ വേണ്ടി ഫെറാറി ഞാൻ ഗൈസ്. എനിക്ക് അവിടെ നിന്ന് ഒരു ലംബോർഗിനി ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ചെയ്യണമെന്നുണ്ട് ഗൈസ്. ഫെറാറി ഇടുകയാണ്.
ഞാൻ ഇന്നലെ പിന്നെ വണ്ടി കയറണം. സെറ്റ് പോർഷ ഒന്ന് ഓണാക്കാം ഗൈസ്. കുറേ നാളായി സ്റ്റാർട്ട് എന്നൊക്കെ ചെയ്തിട്ട് ബാറ്ററി ഡൗൺ ആയി പോകും ഗൈസ്. വണ്ടി പൊട്ടിച്ച് നോക്കാം. ഭയങ്കര ഹാർഡാണ് ഈ വണ്ടി തിരിയല്. ഭയങ്കര ഹാർഡാണ്. നമുക്ക് വണ്ടി നമുക്ക് താറിൽ പോവാം ഗൈസ്. ഗൈസ് ഇവൻ കുറേ നേരമായി റോഡിൻ്റെ അടുത്ത് ഞാൻ കുറേ നേരമായി ഗൈസ് പറയാനുണ്ട്. കണ്ട ഗൈസ് ഇവനെ വീഡിയോ വെച്ചാൽ ഒന്നും പറ്റില്ല ഗൈസ്. റോബോട്ടാണ്. അതാണ് ഗൈസ് ഇവൻ്റെ പ്രത്യേകത. ഇത് ചെറുതായിട്ടൊരു ഫെറാറി ഇൻറ്റീരിയർ ലുക്കുള്ള പോലെ. ഗൈസ് ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ലതാണ്. ഗൈസ് നമ്മൾ ഫെറാറി ഓടിച്ചിട്ട് താർ ഓടിക്കുമ്പോൾ എന്തോ പോലെ. ഗൈസ് അവൻ എന്താണ് കാണിക്കണം? വണ്ടി ഒന്ന് എടുത്തപ്പോൾ തന്നെ വട്ടം കാണിക്കും. അപ്പം താൻ എന്താണ് കാണിക്കണം? ഏഷ്യറാ താൻ്റെ വണ്ടി ഞാൻ പൊട്ടിച്ചിട്ട് ഇടങ്ങോളൂ. ഏഷ്യർ വന്നാലും കൂഷർ വന്നാലും വണ്ടി പൊട്ടുമെന്ന് പറഞ്ഞാൽ പൊട്ടും. റിവേഴ്സ് എടുത്തോ അവനവരെ രണ്ടുപേരും തുഴയി ആ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. RPG എടുക്കുക. പിന്നെ നമുക്ക് ഇവിടേക്ക് കൊടുക്കുക. നീ എൻ്റെ വണ്ടിയാണ് ഇടിച്ചത്. എൻ്റെ താറിടിച്ചേക്കും. അവൻ എൻ്റെ താറിടിച്ചുകൊണ്ടാണ് വയസ്സ് ഞാൻ അങ്ങനെ ഇത് പോലീസ് ഏമാനൊക്കെ വന്നിട്ട് വയസ്സ് ഞാനിത് അറിഞ്ഞില്ല വയസ്സ് പോലീസ് വന്നത്. പോലീസ് വന്നാണെങ്കിൽ നല്ല കിണ്ണം ചെയ്സായിരിക്കും. നമുക്ക് ചെയ്സ് ചെയ്ത് വിടാം. കാരണം ഈ പോലീസ് ഈ വഴി വരൂല. നമുക്ക് സ്റ്റാർ 3 സ്റ്റാർ എങ്ങാണ്ടൊക്കെ നമുക്ക് വന്നത് ഗൈസ്. ഞാൻ വണ്ടി ട്രേസ് ചെയ്ത് ആർക്കും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് അടിച്ചൊക്കെ വിടണം ഗൈസ്. ഇവന്മാരാണെങ്കിൽ നമ്മളെ ഫോളോ ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കണാണ്. അവൻ കണ്ടില്ല ഗൈസ്. നേരെ വിടാം. എനിക്കാണെങ്കിൽ കാർ ഷോറൂമിലോട്ട് പോകണം ഗൈസ്. ഗൈസ് ഇവിടെ ചീറ്റ് കോഡ്സ് എന്തെങ്കിലും ചീറ്റ് കോഡ് ഉണ്ടെന്ന് നോക്കാം ഗൈസ്. നീ പണിയാവും ഗൈസ്. ഓക്കെ ഗൈസ് ഞങ്ങളുടെ താറാണെങ്കിൽ ഗൈസ് ഞാൻ അറിയാണ്ട് ഇറങ്ങിയും പോയി. ഗൈസ് ആ ട്രാക്ടർ കാരനാണ് ഗൈസ് എല്ലാം നമുക്ക് പണിയാക്കിയത്. മിനിറ്റ് ആ ട്രാക്ടറുകാരനൊന്നും പണിയില്ല ഗൈസ്. അത് വൃത്തിയായിട്ട് പണിയാൻ. ഇവനാണെങ്കിൽ നല്ല സ്പീഡിൽ ഓടാനൊക്കെ പറ്റും. നല്ല സ്പീഡിൽ ഓടാനൊക്കെ പറ്റും. സീനാണെങ്കിൽ നല്ല സ്പീഡിലൊക്കെ ഓടാൻ പറ്റുന്നുണ്ട് സീനിൻ്റെ ഗൈസ്. നമ്മുടെ ആളാണെങ്കിൽ പവറിലായിട്ട് ഓടി നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഓടി ഞങ്ങൾക്ക് എത്തിയാൽ ചെയ്യണ്ടാവും. അമ്മീനെ എടുക്കാൻ പോകുന്ന വണ്ടിയാണ് നിസാൻ ജിറ്റിആർ അല്ല ലംബോർഗിനി. GTR എടുക്കാം ഗൈസ്. GTR ഫാൻസ് ലൈക്ക് ചെയ്യുക, ലംബോർഗിനി ഫാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ റണ്ണിങ് പവർ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അതൊരു 1.5 പവറാണ് ഗൈസ്. റണ്ണിങ് എന്ന് വെച്ചാൽ കിണ്ണം പവറാണ് നമുക്ക്.
ഗൈസ് ആ സീനായിരുന്നു ഗൈസ്. എക്സോസ്റ്റ് സ്റ്റോക്കാണ് ഈ ഇവിടെ എല്ലാ വണ്ടിക്കും ഈ സെയിം എക്സോസ്റ്റ് തന്നെയാണ് ഗൈസ്. ഗൈസ് എനിക്ക് നിസാൻ GTR സ്റ്റോക്കാണ് ഇഷ്ടം. എന്നാലും ഗൈസ് ഒന്ന് മോഡിഫൈ ചെയ്യണ്ടേ? പക്ഷേ ഞാൻ ഇന്ന് മോഡിഫൈ ചെയ്യണല്ലോ ഗൈസ്, കാരണം ടൈമില്ല. നമുക്ക് വീട്ടിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കണം. കാരണം ഗ്യാരേജിലോട്ടൊന്ന് പോയാൽ നമുക്ക് സമയം പോകും. മറ്റേ നമ്മുടെ ഈ GTRൽ വല്ല ഇടിച്ചാൽ നമുക്ക് പൊളിക്കായിരുന്നു. അപ്പം അവൻ്റെ വണ്ടിയാണ് പൈസ പൊളിച്ചത്, അല്ലെങ്കിൽ നമ്മൾ അവനെയും കൂടി പൊളിച്ചേനെ. GTR ആണ് പൈസ. ജസ്റ്റ് ഇടിച്ചില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വളക്ക് ഫുള്ളൊടിച്ചെടുത്തോ. ആ വയസ്സ് നമ്മുടെ താറ് ഇവിടെ നിന്ന് ഡിസപ്പിയർ ആയിട്ടുണ്ട്. താറ് പോയതിനോരാണ് ഞാൻ GTR എടുത്ത വയസ്സ്. ആ വയസ്സ് നമ്മളെ ആ റോബോട്ട് എടുത്ത് വെച്ചോളും വയസ്സ് താറ്. വയസ്സ് നമ്മുടെ GTR എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക വയസ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.